ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാവും മാവും പേരയും നടന്ന ഒരു വീഡിയോ ഉണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിക്ക് മുന്നൊരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പ്ലാവാണ്, J33 പ്ലാവാണ് നമ്മൾ നടണത്. J33 പ്ലാവ് അത്യാവശ്യം നല്ല പ്ലാവാണ്. പിന്നെ അതിൻ്റെ ചക്ക നല്ല ടേസ്റ്റുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പമൊക്കെ വെക്കും. നല്ലതെന്ന് വെച്ചാൽ നമുക്ക് പൊട്ടിക്കാവുന്ന അത്രയും ഹൈറ്റിലാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമുക്കതേ ഫസ്റ്റ് നമ്മളൊരു കുഴി എടുത്തിട്ട് അതിൽ കുമ്മായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ചവറും ഇടണുണ്ട്. കുമ്മായി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിലോട്ട് പ്ലാവ് നടാൻ പാടുള്ളൂ. മണ്ണിൻ്റെ അമ്ല സ്വഭാവം കുറയ്ക്കാനായിട്ട് നമ്മൾ കുമ്മായി ഇട്ട് കൊടുക്കുന്നത്. അണുനാശിനി കൂടിയാണ് കുമ്മായവും വളവും ഒരുമിച്ച് നമ്മൾ ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ഇത് വളവുമായിട്ട് പ്രവർത്തിച്ച് അമോണിയ ഉണ്ടായി സസ്യങ്ങളെ ദോഷകരമായിട്ട് ബാധിക്കും. അങ്ങനെ നമ്മൾ നടാൻ വെച്ച കുഴിയിലോട്ട് വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. ഒരു ചെറിയ കവറാണ്, അത് നമ്മൾ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ആദ്യം ഇട്ടത് എല്ലുപൊടിയാണ് കേട്ടോ. അത് കുറച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേപ്പും പിണ്ണാക്ക് കുറച്ചിട്ടു. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് രണ്ടും മാറി നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് കവർ ഇട്ടേ. ഒരു ചെറിയ കവറായിരുന്നു, അത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ മാറി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതേ നമ്മൾ ഇതെല്ലാനും കൂടി നടണ്ടാണ്ട് ഈ മണ്ണ് നമ്മൾ വെച്ചാക്കണത്. അതിലോട്ട് ഒരു ചാക്ക് ചാണകപ്പൊടിയും മണ്ണും പിന്നെ എല്ലുപൊടിയും അങ്ങനെ കുറച്ച് വളമൊക്കെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഈ പ്ലാവിൻ്റെ ജന്മദേശം മലേഷ്യയാണ്. അപ്പോൾ ഈ പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. പിന്നെ കട്ടിയില്ലാത്ത തോടൊക്കെ ആയിരിക്കും. പിന്നെ ചക്കക്കുരു ചെറുതായിരിക്കും. അങ്ങനെ കുറേ പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്മെല്ലും നല്ല യെല്ലോ കളറാണെന്നൊക്കെയാണ് പറയണത്. പിന്നെ നമ്മൾ പ്ലാവ് വെക്കാൻ നേരത്ത് ഈ പ്ലാസ്റ്റിക് കവർ കീറുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ കീറെടുത്താൽ മതി. ഇനി നടണതിന് മുമ്പ് നമ്മൾ അന്നേരം മാറ്റി വെച്ചാൽ മിക്സ് ചെയ്ത മണ്ണും കൂടി കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ പ്ലാവ് ഇതിലോട്ട് ഇറക്കി വെക്കാം. അങ്ങനെ പ്ലാവൊക്കെ നമ്മൾ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇറക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ കവർ കട്ട് ചെയ്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിയിൽ വേരൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ അപ്പോൾ അന്നേരം മാറ്റി വെച്ചാൽ മണ്ണ് നമ്മൾ ഇനി കുറച്ച് ഇട്ട് കൊടുത്ത് ബാക്കിയെല്ലാ ഭാഗവും ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലുപൊടി ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ഈ മണ്ണിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബഡ് ചെയ്ത ചെടികളൊക്കെ നടുമ്പോഴെന്ന് വെച്ചാൽ ആ ബഡ് ചെയ്ത ഭാഗം മണ്ണിൽ താന്നു പോകരുത്. അതിൻ്റെ കറക്റ്റ് ലെവലിൽ നിൽക്കണം കേട്ടോ. പിന്നെ ഈ അടിയിലെ ശിഖരങ്ങളൊക്കെ നമ്മൾ ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കും. എന്നാലേ പ്ലാവിൻ്റെ തടിയൊക്കെ അത്യാവശ്യം നല്ലോണം വണ്ണം വെക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ കട്ട് ചെയ്യൂല. ഇനി ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഈ അടിയിലത്തെ ശിഖരങ്ങൾ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ചവറും കൂടി ഇട്ട് കൊടുക്കണേന്. ഇവിടെ ചവറും കൂടി മിക്സ് ചെയ്ത് ഒരു ഡ്രമ്മറിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്വന്തം പറമ്പിലെ ചവറ് തന്നെ ഇതേപോലെ അടിച്ചു കൂട്ടി ഇട്ടാക്കണേന്. അത് ഇതേപോലെ ചെടിയുടെ താഴെ കടനോട് ചേർത്തല്ല, കുറച്ചകത്തിയാണ് ഇട്ടാക്കണത്. അങ്ങനെ പ്ലാവ് നമ്മൾ ഏകദേശം നട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നടാനുള്ളത് എന്ന് വെച്ചാൽ പേരയും മാവും കൂടി നടാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡ്രമ്മിലാണ് നടുന്നത്. പ്ലാവ് അത്യാവശ്യം നല്ല രീതിയിൽ വലുതാവണതുകൊണ്ടാണ് നമ്മൾ അത് ഡ്രമ്മിൽ നടാഞ്ഞത്. ഇത് രണ്ടും നമ്മൾ അത്യാവശ്യം ഈ ഇങ്ങനത്തെ ഒരു ഡ്രമ്മിലാണ് നടണത്. അപ്പോൾ അത് വെയിൽ കൊള്ളാൻ സ്ഥലത്താണ് വെച്ചാക്കുന്നത്. ബാക്കി ഇവിടെ വലിയ മാവുണ്ട്, അതിൻ്റെ ചുവട്ടിൽ എന്തായാലും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങാണ്ട് നീക്കി വെച്ചതാണ്. ഒരു വെയിലുള്ള സ്ഥലത്ത് നോക്കി നമ്മൾ വെച്ചതാണ്. അപ്പോൾ മണ്ണ് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് നമ്മുടെ മാവ് ഇട്ടിട്ട് ബാക്കിയുള്ള മണ്ണും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കണേന്. അങ്ങനെ ബാക്കിയുള്ള മണ്ണും കൂടി ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്രയും നിറച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ മാറ്റി വെച്ച ചവറും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കണേനെ. ചവറും വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ മുട്ടിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് ഇതേപോലെ സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി പേര ഇതേപോലെ തന്നെ സെയിം നമ്മൾ നിറച്ച് കൊടുക്കണേന്. കുറച്ച് മണ്ണിട്ടു, അത് കഴിഞ്ഞ് പേര വെച്ചു, പിന്നെയും കുറച്ച് മണ്ണിട്ടു. അപ്പോൾ പേര നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വെക്കണത്. പേര മാത്രമല്ല, നമ്മൾ ഇതിക്ക് മുമ്പ് അമ്പഴം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പഴം നമുക്ക് രണ്ടാമത്തെ തവണയും ഉണ്ടായേക്കണേ കേട്ടോ. പിന്നെ കുറച്ച് പൂവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ പ്ലാവും മാവും പേരയും എല്ലാം നട്ട്. അപ്പം ഞങ്ങളിവിടെ നട്ട രീതിയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചും പറഞ്ഞൊക്കെ തന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെയൊക്കെ നടണമെങ്കിൽ ഇങ്ങനെ നടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ.